മുണ്ടക്കൈ ടോപ്പിൽ സിഗ്നൽ ലഭിച്ചിടത്തിൽ നടത്തിയ ഇന്നത്തെ പരിശോധന അവസാനിപ്പിച്ചു. തിരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ലെന്ന് ദൗത്യസംഘം അറിയിച്ചു. തകർന്ന കെട്ടിടത്തിന്റെ ഭാഗത്ത് മണ്ണുമാന്തി ഉപയോഗിച്ചായിരുന്നു പരിശോധന നടത്തിയത്. ശ്വാസോച്ഛ്വാസത്തിന്റെ സിഗ്നലാണ് റഡാറിൽ ലഭിച്ചത്. അതേസമയം ചാലിയാർ പുഴ ഉൾപ്പെടെ മറ്റ് സോണുകളിലെയും ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 334 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, ആ ഒരു സിഗ്നൽ ലഭിച്ചിടത്ത് പ്രതീക്ഷ കൈവടിയാതെയുള്ള തിരച്ചിലായിരുന്നു ഇത്രയും സമയം. അത് അവസാനിപ്പിച്ചു എന്ന് മനസ്സിലാകുന്നു. അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ലക്ഷ്മി, ആ പ്രതീക്ഷയും അവസാനിച്ചിരിക്കുന്നു. അതായത് ഒരു മനുഷ്യജീവൻ അവിടെ ഉണ്ടെന്നുള്ള തീർച്ചപ്പെടുത്തലിലാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ ഏറെ വൈകിയും നടത്തിയത്. 2 തവണ റഡാർ സിഗ്നലുകളിൽ ഇത്തരത്തിൽ ജീവന്റെ സാന്നിധ്യം കാണിക്കുകയും ചെയ്തു. അത്തരത്തിലാണ് വീണ്ടും പരിശോധന തുടങ്ങിയത്. സൈന്യമടക്കം ഈ പരിശോധന നിർത്തി പോയതായിരുന്നു. തുടർന്ന് വീണ്ടും പ്രത്യേക നിർദ്ദേശം അനുസരിച്ച് മുഖ്യമന്ത്രി അടക്കം വിളിച്ചതിനെ തുടർന്ന് വീണ്ടും ഇത്തരത്തിൽ പരിശോധന തുടരുകയായിരുന്നു. തുടർന്ന് ഈ റഡാർ സംഘം വീണ്ടും ഇവിടെ എത്തുകയും മാത്രമല്ല സൈന്യമടക്കം ഇവിടെ എത്തുകയും ഈ ഒരു പ്രദേശത്തെ JCB കൊണ്ട് കുഴിച്ച് ഈ പ്രദേശത്തെ പരിശോധന നടത്തുകയും ചെയ്തു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലും ഇവിടെ നിന്നും ജീവന്റെ ഒരു കണിക പോലും കണ്ടെത്താൻ സാധിച്ചില്ല, മൃതദേഹവും കണ്ടെത്താൻ സാധിച്ചില്ല. അത്തരത്തിൽ വലിയ നിരാശയാണ് ഇന്നുള്ള ഇപ്പോൾ കഴിഞ്ഞ തെരച്ചിലിൽ ഉണ്ടായത്. അതായത് ഇത്തരത്തിൽ ജീവന്റെ കണിക ഒരു തരുമ്പെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരത്തിൽ ഈ ഒരു പരിശോധന ഏറെ വൈകിയും പ്രതികൂല കാലാവസ്ഥയിലും നടത്തിയത്. നേരത്തെ തൊട്ട് രാവിലെ മുതൽ തുടങ്ങിയ തെരച്ചിലാണ്. രാവിലെ മുതൽ തുടങ്ങിയ മഴയ്ക്ക് എതിരെ നിന്നുകൊണ്ട് മഴ ശക്തമായി പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം അവഗണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് സൈന്യം കോപ്പുകൂട്ടിയത്. മാത്രമല്ല 6 വിഭാഗങ്ങളായി തിരിഞ്ഞ് ഓരോ പ്രദേശത്തേക്കും 6 വിഭാഗങ്ങളായി തിരിഞ്ഞാണ് സൈന്യം ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. നമ്മൾ നേരത്തെ രാവിലെ തന്നെ പുഞ്ചിരിമട്ട തത്ര അടക്കം പോയിരുന്നു. അവിടെ അടക്കം നമ്മൾ കണ്ടതാണ് ആ ഒരു പ്രദേശമടക്കം മുഴുവൻ നാമാവശേഷമായത് നമ്മൾ കണ്ടതാണ്. മുണ്ടക്കൈയിലും അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ചൂരമലയിലെയും ആ തരത്തിലുള്ള സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം 4 ദിവസമായി ഈ തെരച്ചിൽ തുടരുകയാണ്. സംഭവം നടന്നിട്ട് ഇപ്പോൾ 4 ദിവസമായി, നാളേക്ക് 5 ദിവസമാകുന്നു. ആ സാഹചര്യത്തിൽ ഇനിയും ഇവിടെ ജീവനുണ്ടോ എന്നുള്ളതിൽ വലിയ സംശയമുണ്ട്. അത്തരത്തിൽ ജീവനുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് നമ്മളോട് പങ്കുവെച്ച, അതായത് ഈ വിവരങ്ങളെല്ലാം പങ്കുവെച്ച ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. എങ്കിൽ കൂടിയും ജീവന്റെ ഒരു തരിമ്പ തങ്ങൾ അറിയാതെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ ആ ഒരു ജീവന്റെ തരിമ്പ് ഉണ്ടെങ്കിൽ അവ കണ്ടുപിടിക്കുകയും പിന്നീട് ഇവരെ റെസ്ക്യൂ ചെയ്ത് മാറ്റുവാനുള്ള ഒരു സാഹചര്യം നോക്കുകയും ചെയ്യുമെന്നുള്ളത് ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുകയായിരുന്നു സൈന്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ഇരുട്ട് വ്യാപിച്ചിട്ടും വീണ്ടും രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. ഇത്തരത്തിൽ റഡാറിൽ ഒരു തവണ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സിഗ്നൽ ലഭിച്ചു എന്നും അറിയുകയും പിന്നീട് അത് നെഗറ്റീവായോ എന്നുള്ള ഒരു സംശയം ഉണ്ടാവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് പിന്നീട് വീണ്ടും ആ സിഗ്നൽ കിട്ടുന്നത്. അതായത് റഡാറിൽ ജീവന്റെ കണിക ഉണ്ടെന്നുള്ള ആ സിഗ്നൽ ലഭിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പിന്നീടും പരിശോധന നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഇപ്പോൾ നമ്മളോടെല്ലാം താഴേക്ക് ഇറങ്ങിക്കൊള്ളുവാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ താഴേക്ക് ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്നും ചൂരൽമല പ്രദേശത്തേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ നമ്മൾ കാണുന്ന പോലെ ഏവരും ഇപ്പോൾ താഴോട്ട്, അതായത് രക്ഷാപ്രവർത്തനം അടക്കം നിർത്തി തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വിവിധ വാഹനങ്ങളിലടക്കം പലരും തിരിച്ചു പോകുന്നു. സൈന്യമടക്കം തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. റഡാറിൽ സിഗ്നൽ ലഭിച്ചെന്ന ഒരു വലിയ ഒരു സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് വലിയ രീതിയിലാണ് ഇവിടെയുള്ള ഇത്തരത്തിലുള്ള ഈ ഒരു തെരച്ചിൽ ആരംഭിച്ചത്. പിന്നീട് 2ാം തവണയും ശക്തിയായ സിഗ്നൽ ലഭിക്കുകയും അതേ തുടർന്ന് വീണ്ടും വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ ആ പരിശോധനയിൽ യാതൊന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. ജീവന്റെ കണിക പോലും കണ്ടെത്തുവാൻ സാധിച്ചില്ല. ആ ഒരു നിരാശ എല്ലാവരിലും ഉണ്ട്. ഇനിയും നാളെയും ഇത്തരത്തിലുള്ള പരിശോധന തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ ഒരു ജീവന്റെ കണിക എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ജീവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നാണ് സൈന്യമടക്കമുള്ളവർ പറയുന്നത്. അത്തരത്തിൽ സൈന്യത്തിനൊപ്പം NDRF പ്രവർത്തകരുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. ഇവരൊക്കെ തന്നെയും പറയുന്നത് ഇത്തരത്തിൽ തന്നെയാണ്.
ലക്ഷ്മി. അർജുൻ, ഇന്ന് നമുക്കറിയാം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്ന 6 സോണുകളായി തിരിഞ്ഞ് തന്നെയായിരുന്നല്ലോ. ഇനി നാളെയും പുലർച്ചെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇന്ന് തിരഞ്ഞിടങ്ങളിലെല്ലാം വീണ്ടും ഈ പറഞ്ഞതുപോലെയാണ് അത്യാധുനിക യന്ത്രസഹായം ഉപയോഗിച്ചും മാത്രമല്ല ഇതുപോലെ ഹിറ്റാച്ചി JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും തന്നെയാണ് നാളെയും തിരച്ചിൽ എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ഇന്ന് വിഭജിച്ച് തിരച്ചിൽ നടന്ന സോണുകൾ മാത്രമല്ല ഉൾക്കാടുകളിലേക്കൊപ്പം തന്നെ പുഴയുടെ അടിവാരത്തിലൊക്കെ നാളെയും ഇത്തരത്തിൽ തന്നെ തിരച്ചിൽ നടക്കും എന്നുള്ളതാണോ, അതോ മറ്റു പുതിയ ഒരു ഘട്ടത്തിലേക്കോ മറ്റോ നീങ്ങും, അങ്ങനെയുള്ള സൂചനകൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ലക്ഷ്മി, തീർച്ചയായും നാളെയും ഇത്തരത്തിലുള്ള തെരച്ചിൽ തന്നെയായിരിക്കും തുടരുക. മാത്രമല്ല കൂടുതൽ യന്ത്രങ്ങൾ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഏകദേശം ഇത്ര ദിവസമായിരിക്കുന്നു, 4 ദിവസമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഊർജിതമാക്കേണ്ടതുണ്ട്. എവിടെയെങ്കിലും ഒരു ജീവന്റെ കണിക ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതായത് ഈ ദിവസങ്ങൾ കഴിയും തോറും പ്രതീക്ഷകൾ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ജീവന്റെ കണിക കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏവരും തിരിച്ചു പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണുന്നത്. അതായത് ഈ ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു. ഇനി രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല. മാത്രമല്ല നേരത്തെയുള്ള റഡാർ സിഗ്നൽ അടക്കം പരിശോധിച്ചെങ്കിലും ആ സിഗ്നൽ കിട്ടിയ ആ പ്രദേശത്തടക്കം പരിശോധിച്ചെങ്കിലും യാതൊരു വിധത്തിലുള്ള റിസൾട്ടും നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരുന്നു. അത്തരത്തിൽ അവസാനിപ്പിക്കേണ്ടി വരുമ്പോഴാണ് ഇനി നാളെ എന്താണ് ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവുക, റെസ്ക്യൂ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാളെയും ദ്രുതഗതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് അതിരാവിലെ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് നമ്മളോട് നേരത്തെ സംസാരിച്ച ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നാളെയും അതിവേഗത്തിലുള്ള രക്ഷാപ്രവർത്തനം, ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് എന്തിനാൻ തന്നെയും 6 സോണുകളായി തിരിഞ്ഞാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അതിൽ പുഞ്ചിരിമട്ടത്തുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ തലവൻ നമ്മളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട്, എങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾ രക്ഷാപ്രവർത്തനം തുടരുക തന്നെ ചെയ്യുമെന്ന് ഇത്തരത്തിൽ പറയുന്ന സാഹചര്യമുണ്ട്. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ തന്നെ, മുരളീധരൻ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ നേരത്തെ തന്നെ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയതാണ്. ആ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മുന്നറിയിപ്പ് കണ്ടില്ല എന്ന് നടിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തമുണ്ടാകാൻ കാരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ചിലപ്പോൾ അത്തരത്തിലായിരിക്കാം അങ്ങനെയുള്ള മുൻകരുതലൊക്കെ അല്ലെങ്കിൽ നേരത്തെ എടുക്കേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള മുൻകരുതലുകൾ നേരത്തെ എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ദുരന്തം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിലുള്ള വിലയിരുത്തൽ. എന്തിനാ തന്നെയും അതൊന്നും ഇപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമല്ല. ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ളത് ഇത്തരത്തിൽ ജീവനുകൾ എവിടെയെങ്കിലും പൊതിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ, മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഒരു തരി ജീവനെങ്കിലും ഈ മണ്ണിനടിയിലുണ്ടെങ്കിൽ അവ പുറത്തെടുക്കുക, അവരെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ഏറ്റവും വലിയ കടമ. പക്ഷേ ഇത്ര ദിവസമായിരിക്കുന്നു, നാളേക്ക് 5-ാം ദിവസമാകും. ആ ഒരു 5-ാം ദിവസമാകുന്നതോടുകൂടി ആ ജീവന്റെ പ്രതീക്ഷ വളരെ അസ്തമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇത്രയും ദിവസം അതിജീവിച്ചിരിക്കുമോ എന്നുള്ളത് തന്നെ ആ സംശയമാണ് സൈനികരടക്കം പ്രകടിപ്പിക്കുന്നതും. മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം ആ സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാകാം, അതായത് ഫോറസ്റ്റ് ഏരിയകളിലോ മറ്റോ കുടുങ്ങിക്കിടക്കുന്നവരുണ്ടാകാം. ഇത്തരത്തിൽ ഉരുള് പൊട്ടിയപ്പോൾ ഒലിച്ചുപോയി ഫോറസ്റ്റിലോ അങ്ങനെ മറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് സുരക്ഷിത സ്ഥാനത്തോ ഉള്ളവരുണ്ടാകാം. അങ്ങനെയുള്ളവർ ഉണ്ടാകും എന്നല്ലാതെ ഇത്തരത്തിൽ മണ്ണിനടിയിലോ അല്ലെങ്കിൽ സ്ലാബിനടിയിലോ ഉള്ളവർ ജീവിച്ചിരിക്കാൻ യാതൊരു വിധത്തിലുള്ള സാധ്യതയുമില്ല എന്ന് തന്നെയാണ് സൈന്യമടക്കമുള്ളവർ പറയുന്നത്. എങ്കിൽ തന്നെയും പ്രതീക്ഷയുടെ ഒരു തിരുനാളം ഏവരുടെ ഉള്ളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ, ജീവന്റെ ചെറിയ കണികയെങ്കിലും അത്തരത്തിലുണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കാൻ സാധിക്കണം. അത്തരത്തിൽ അവരെ രക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ഇത്രയും ദ്രുതഗതിയിൽ നടത്തുന്നത്. വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുകൊണ്ടുള്ള ഈ ഒരു രക്ഷാപ്രവർത്തനം മാത്രമല്ല, ഹ്യൂമൻ റെസ്ക്യൂ റഡാറും ഈ സേനകൾ ഉപയോഗിച്ചിരുന്നു. അത്തരത്തിൽ മുണ്ടക്കൈ ടോപ്പിലാണ് ഇതുപോലെ ഒരു സിഗ്നൽ ലഭിച്ചതും ശ്വാസം
അടിസ്ഥാനമാക്കിയുള്ള സിഗ്നൽ ലഭിച്ചതും അതിനുവേണ്ടിയുള്ള അത് ജീവനാണോ, അത് മനുഷ്യജീവനാണോ അതോ മൃഗത്തിൻ്റെ ആണോ എന്നൊന്നും തിരിച്ചറിയാതെ തന്നെ പരിശോധന ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ നിർത്തിവെച്ചെങ്കിൽ പോലും അത് വീണ്ടും തുടങ്ങി ഇത്രയും സമയം കൊണ്ടുപോയത്. പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ തിരച്ചിൽ അവസാനിപ്പിച്ച് മുണ്ടകൈ ടോപ്പിൽ നിന്ന് എല്ലാവരും തിരിച്ചിറങ്ങുകയാണെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി റഡാർ ഈ സഹായകമാകുന്ന അവസ്ഥ ഇനിയിപ്പോൾ മണ്ണിൽ പുതഞ്ഞ മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഡ്രോൺ അടിസ്ഥാനമൊക്കെയുള്ള റഡാർ വിന്യസിക്കും എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പുഴയുടെ കൈവഴികൾ, ചാലിയാറിൽ പുഴയുടെ കൈവഴികൾ, പുഴയുടെ അടിവാരത്ത് മാത്രമല്ല കാട്ടിനുള്ളിലേക്കും തിരച്ചിൽ നടത്തുന്ന പല സംഘങ്ങളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നാളെയും അത്തരത്തിൽ തന്നെ തിരച്ചിൽ തുടരും എന്നുള്ളതാണ്. അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മുണ്ടക്കൈയിലെ ടോപ്പിൽ നിന്ന് ഇത്രയും സമയം ജീവന്റെ അവശേഷിപ്പുകൾ അറിയാൻ വേണ്ടി നടത്തിയ തിരച്ചിൽ അവിടെ നിന്നുകൊണ്ട് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ തിരച്ചിൽ അവസാനിപ്പിച്ചു, എല്ലാവരോടും തിരികെ മടങ്ങാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. സേനയും തിരികെ മടങ്ങുകയാണെന്നാണ് അർജുൻ നൽകിയ വിവരങ്ങൾ.